തൃശൂർ മെഡിക്കൽ കോളേജിൽ പുതിയതായി എമർജൻസി ക്രിട്ടിക്കൽ കെയർ കെട്ടിടം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 23.3 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് എമർജൻസി ക്രിട്ടിക്കൽ കെയർ പുതിയതായി ആരംഭിക്കുന്നു. 50 ബെഡുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് പ്രസ്തുത പദ്ധതി ആരംഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ PM അഭീം പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ ആരംഭിക്കുന്ന ICU കെട്ടിടവും സൗകര്യങ്ങളും. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഡോക്ടർ ലിജോ ജെ കൊള്ളന്നൂരിനെ മോഡൽ ഓഫീസറായി നിയമിക്കുകയും പ്രിൻസിപ്പാൾ, സൂപ്രണ്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആലത്തൂർ MP കുമാരി രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാൾ ഓഫീസിൽ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് കൂടിയ ഉദ്യോഗസ്ഥരുടെ വികസന അവലോകന യോഗ തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. അതുപോലെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ആവിഷ്കൃത പദ്ധതിയായ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ പ്രവർത്തനം അടുത്ത ആഴ്ച ആരംഭിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ രണ്ടാമത്തേതും കേരളത്തിലെ ആദ്യത്തേതുമായ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്നത്. ആരോഗ്യരംഗത്തുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഇതിൽ കൂടി ലഭിക്കുന്ന പരിശീലനം വലിയ മുതൽക്കൂട്ടാകുമെന്ന് MP പറഞ്ഞു. ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ നടത്തിപ്പിനാവശ്യമായ 3.14 കോടി രൂപ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ആവിഷ്കൃത പദ്ധതിയാണ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചാശുപത്രിയിൽ എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിന് തൃശൂർ മെഡിക്കൽ കോളേജിനെ ടെർഷറി ക്യാൻസർ സെന്ററായി ഉയർത്തുന്നതിനുള്ള അടിയന്തര ശ്രമങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് നടപ്പാക്കുമെന്നും MP അറിയിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ MP ഫണ്ടിൽ കോവിഡ് കാലത്ത് കുറവ് വന്നെങ്കിലും കോവിഡ് രോഗം ബാധിച്ച ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമേകും വിധം 40 ലക്ഷം രൂപ RNA എക്സ്ട്രാക്ഷൻ മെഷീൻ വാങ്ങുന്നതിനും കോവിഡ് ഐസൊലേഷൻ ICU ന്യൂറോ സർജറി വിഭാഗത്തിൽ സ്ഥാപിക്കുന്നതിന് 16 ലക്ഷം രൂപയും തൃശൂർ മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള തോളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 25 ലക്ഷം രൂപയും നൽകിയതായും MP അറിയിച്ചു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നതിന് തുടർന്നും എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു. യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി വകുപ്പിൽ അടിയന്തരമായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികയിലെ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B ഷീലയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാർ, നെഞ്ചുരോഗാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹന ഖാദർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് മോഡൽ ഓഫീസർ ഡോക്ടർ C രവീന്ദ്രൻ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ M രാധിക, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B ഷാഹിന, വിവിധ വകുപ്പ് മേധാവികൾ, ആശുപത്രി വികസന സൊസൈറ്റി അംഗങ്ങളായ K അജിത് കുമാർ, NA സാബു, ജിജോ കുര്യൻ, KN നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 5 കോടിയായിരുന്നു ഒരു വർഷം. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഉള്ള സമയങ്ങളിലാണ് MP-മാർക്ക് പ്രാദേശിക ഫണ്ട് എടുക്കുന്നതിനൊരു തീരുമാനം. അതുവരെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രാദേശിക ഫണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് വന്ന സമയങ്ങളിലെല്ലാം ഇത് വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യവും എത്തിയിട്ടുണ്ട്. പലപ്പോഴും അത് വർധന ഉണ്ടായിട്ടില്ല എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കോവിഡിന്റെ സമയത്ത് 2 വർഷത്തെ തുക ഏകദേശം 10 കോടി രൂപയാണ് നമുക്ക് റദ്ദ് ചെയ്തു പോയത്. ആ സമയങ്ങളിൽ പോലും നമുക്ക് തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് വെച്ച തുകയാണ് നമുക്ക് കോവിഡിന്റെ പേരിൽ കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മുടെ മിനിസ്ട്രിയിൽ ശ്രദ്ധ കൊടുത്തതിന്റെ ഭാഗമായിട്ട് അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇല്ലെങ്കിൽ അത് ഒരുമിച്ച് ഗവൺമെന്റ് എടുത്ത് കോവിഡിന്റെ ഒരു സമയത്തേക്ക് ഒരുമിച്ച് അത് തീരുമാനമാക്കുക എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്.